What's up, guys? This is Chitchat with Sham. We've tried out our cubicle for the open door. Get ready because this is the epic mentor you've been waiting for. Let's roll. Yes, we are ready. Hello, guys. Are you ready? Yes, we are going to. സ്വന്തം അജേഷ് ചേട്ടൻ നമ്മുടെ ചിക്കനൊക്കെ കൈ നോക്ക് ആ ഫേസ് കാണിക്കുന്ന അയാൾ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ കാണിക്കില്ല. നമ്മുടെ ചിക്കനൊക്കെ നല്ല രീതിക്ക് വാഷ് ചെയ്ത് എന്ത് ചെയ്യാനാണോ അജേഷ് ചേട്ടാ നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടേക്കുന്നത്? ഗ്രില്ലടിക്കാനാണോ? എന്താണ് നിങ്ങൾ മസില് പിടിച്ചിട്ട് ആ ഒരു ഇതാണ് മസാല ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് അല്ലേ? അപ്പൊ ഇരുന്ന് ആടുന്ന മഹത് വ്യക്തിയാണ് രാജേഷ് പി പി. ആടാട് ആ പാട്ട് പാടിയ ഗാനഗന്ധർവനാണ് ഇരുന്ന് ആടുന്നത്. പി പി കണ്ണിലെന്താ തിമിരം ബാധിച്ചോ തനിക്ക്? ക്യാമറയിൽ ബിരുദം നേടിയ പ്രദീപ്. അത് ഞാൻ തട്ടിയെടുക്കും. ഇഞ്ചുറി ഓൺ മൈ ലെഫ്റ്റ് ലെഗ്. ഒരു ചെറിയ Beautiful place. നമ്മുടെ വിഷ്ണു മുട്ടക്കുന്നില് വലിയൊരു പരുന്തിനെ പറത്താനുള്ള ശ്രമത്തിനിടയിലാണ്. പരുന്ത് പറക്കുകയാണ്. പരുന്ത് പറത്തപ്പോ സ്പോൺസർ ചെയ്തിരിക്കുന്നത് അജേഷ് ചേട്ടനാണ്. എല്ലാരും കൂടി ചേർന്നിട്ടുള്ള ഒരു കൈയടി. ആരും കൈയടിക്കുന്നില്ല കേട്ടോ, അത് കറക്റ്റ് അറിയാം അവർക്ക് കള്ളത്തരമാണെന്നുള്ളത്, അതാ കൈയടിക്കാത്തത്. ഓർക്കുന്നില്ല. ഓക്കെ, അത് നന്നായി. അഭിപ്രായം വിനോദമാണ്. അങ്ങനെ നമ്മൾ പോകും വഴി നമ്മുടെ രാധമ്മയുടെ മകന്റെ കല്യാണം ഓഡിറ്റോറിയത്തിലും കൂടെ ഒന്ന് ഇറങ്ങി. അപ്പം ഓഡിറ്റോറിയത്തിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ കാണുന്നത്. അപ്പം നമുക്ക് അകത്തേക്കൊന്ന് കയറാം. അകത്തേക്ക് കയറിയപ്പോഴാണ് നമ്മുടെ ജെബിൻ കൈ കെട്ടി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, എടാ നമ്മുടെ സ്റ്റാഫുകൾ ആരെങ്കിലും അവിടെ ഉണ്ടോ? അപ്പോൾ അവൻ പറഞ്ഞു, ഉണ്ട് കേട്ടോ, അകത്തുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ കാണുന്ന ഈ രണ്ട് പെൺകുട്ടികളെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ. ഇവരെ ഞാൻ ശ്രദ്ധിച്ചില്ല. ഞാൻ മുന്നോട്ട് നടന്നു പോയപ്പോഴാണ് നമ്മുടെ ആര്യയും അഞ്ജുവും അപർണയും അവിടെ ഇരിക്കുന്നത് ഞാൻ കണ്ടത്. പിന്നെ ഞാൻ അവരോട് കുറച്ച് നേരം സംസാരിച്ചു. അവരുമായി ചേർന്നിരുന്നു, ഒരു സെൽഫിയൊക്കെ എടുത്തു. അതിനുശേഷമാണ് ബാക്കിൽ നിന്ന് ഒരു ശൂശു വിളി. അത് നമ്മുടെ സ്വന്തം കവിതയും ധനശ്രീ ആയിരുന്നു. ഇപ്പൊ ഇത് നോക്കൂ, നമ്മുടെ സ്വന്തം രാധമ്മ സുന്ദരിമണിയായി നിൽക്കുന്നു. അതിനുശേഷം ഞാൻ ചെറുക്കനെയും കണ്ടി ഒരു ഗിഫ്റ്റും കൊടുത്തു, ഒരു വിഷും പറഞ്ഞ് തിരിച്ചു പോയത് അങ്ങടെ വേറങ്ങടല്ല, സദ്യ കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാവരും ഉണ്ട്, നമ്മൾ CSSTയിലെ എല്ലാവരും ചേർന്നിരുന്നാണ് നമ്മൾ സദ്യ കഴിക്കുന്നത്. അങ്ങനെ സദ്യയൊക്കെ കഴിച്ച് നമ്മൾ വീണ്ടും വാഗമണിലേക്കുള്ള നമ്മുടെ യാത്ര വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ നമ്മൾ വാഗമൺ ടൗണിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ആ ടൗണിൽ നിന്നുള്ള ചെറിയ വ്യൂ ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല ഹില്ലൊക്കെയാണ്. അപ്പോൾ കുറച്ച് പേര് ഇവിടേക്ക് ഇറങ്ങി ഫോട്ടോയൊക്കെ എടുക്കാനും ഒക്കെ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പം കുറച്ച് പേര് വണ്ടിക്കകത്ത് തന്നെ ഉണ്ട്. ഞാൻ എന്തായാലും പ്രകൃതിയുടെ ആ ഭംഗി അങ്ങ് ആസ്വദിക്കാൻ അങ്ങ് തീരുമാനിച്ചു കേട്ടോ. അങ്ങനെ ഞാൻ പ്രകൃതിയുടെ ബ്യൂട്ടി ആസ്വദിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് നോക്കൂ ഒരു കടുവ. അങ്ങനെ ഞാൻ കടുവയുടെ ഫേസും കണ്ട് അന്തപ്പെട്ട് ഇങ്ങനെ നോക്കി നിന്നു കുറച്ച് നേരം. നിങ്ങളും കണ്ടോളൂ. നമ്മളെ ഡെസ്റ്റിനേഷൻ എത്തിയിരിക്കുകയാണ്. ഈ വഴികളൊക്കെ കാണുമ്പോൾ ഏകദേശം നമ്മുടെ ഒരു 90s ഒക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒന്ന് നിങ്ങളൊന്ന് നോക്കിക്കേ. കാരണം ഇങ്ങനെയൊന്നുള്ള വഴികളൊന്നും ഇന്നത്തെ നമ്മുടെ ജനറേഷനൊന്നും കാണാനേ ഒന്നും പറ്റാത്തൊരു രീതിയിലേക്ക് നമ്മുടെ ലോകം മാറിയിരിക്കുകയാണ്. കൂടുതൽ വിശേഷം നമുക്ക് നമ്മുടെ സ്റ്റേ പറഞ്ഞിരിക്കുന്ന സ്ഥലത്ത് എത്തിയതിനു ശേഷം നമുക്ക് കാണാം. നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്നത് നമുക്ക് അടിപൊളി ഒരു വ്യൂ ആണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഒരു സ്വിമ്മിംഗ് പൂൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. തേയിലത്തോട്ടത്തിൻ്റെ നടുക്ക്. നൈറ്റൊക്കെ ആകുമ്പോൾ ഒരു അടിപൊളി വൈബ് മൂഡായിരിക്കും. അപ്പം എല്ലാ അപ്ഡേഷൻസും ഞാൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഓരോ ക്ലൈമറ്റ് മാറുമ്പോഴുള്ള ഇവിടുത്തെ സിറ്റുവേഷൻ എല്ലാം ഞാൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അഗൈൻ വെൽക്കം ബാക്ക്. വി ആർ സോ ലക്കി എന്നേ നമുക്ക് പറയാനുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര മനോഹരമായൊരു സ്റ്റേ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നോക്കിക്ക്, തേയിലത്തോട്ടത്തിൻ്റെ നടുക്ക് ഒരു സ്റ്റേ, അതും സ്വിമ്മിംഗ് പൂൾ. നമ്മളെ പ്രദീപ്, സേതു, വിഷ്ണു, നിതീഷ് അവിടെ വൈബ് ആസ്വദിക്കുകയാണ്. ഇത് നമ്മളെ ടെറസിൻ്റെ മുകളിലാണ്. ഇപ്പുറത്തെ സൈഡിൽ ഏതൊക്കെയോ നടിമാരൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. എനിവേ ആരെയും കാണാൻ ഞങ്ങൾക്ക് പറ്റിയിട്ടില്ല. നമ്മൾ കുളിച്ച് സ്വിമ്മിംഗ് പൂളിലൊക്കെ കുളിച്ച് നല്ല സുന്ദര കുട്ടനായി അകത്ത് കയറിയപ്പോഴാണ് കണ്ണിന് കുളിർമ നൽകുന്ന ഒരു വീഡിയോ എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചത്. നോക്കിക്കേ, നമ്മുടെ സ്വന്തം അജേഷ് ചേട്ടൻ
നമ്മുടെ ചിക്കനൊക്കെ കൈ നോക്ക് ആ ഫേസ് കാണിക്കുന്ന അയാൾ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ കാണിക്കില്ല. നമ്മുടെ ചിക്കനൊക്കെ നല്ല രീതിക്ക് വാഷ് ചെയ്ത് എന്ത് ചെയ്യാനാണോ ചേട്ടാ നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടേക്കുന്നത്? ഗ്രില്ലടിക്കാനാണോ? പൊളിക്കും നമ്മള്. അപ്പൊ ഇനി അടുത്ത വീഡിയോ നമ്മൾ ഗ്രില്ലടിക്കുന്നതാണ്. ചിക്കൻ നമ്മളെ അജയ് ചേട്ടൻ ക്ലീൻ ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമ്മളെ ശിവൻ ചേട്ടൻ അതിന് മസാല പുരട്ടുന്ന രംഗമാണ്. മസാല പുരട്ടുമ്പോ എന്താണ് നിങ്ങൾ മസില് പിടിച്ചിട്ട് ആ ഒരു ഇതാണ് മസാല ചെയ്യുമ്പോഴോ നിങ്ങൾക്ക് തോന്നുന്നത് അല്ലേ? ശിവരിക്കണം പിടിക്കോളൂ. ഇതെടുത്തിട്ട് മനസ്സിലായി. ഓക്കെ. പക്ഷെ ഞാൻ ചിക്കൻ കഴിക്കില്ല, എന്നാലും നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നതാണെന്ന് എനിക്ക് സന്തോഷമുണ്ട് കേട്ടോ. ഓക്കെ. അടുത്ത കഴിക്കണം, അത് ശരിയാണ്. ഇനി അടുത്ത് നിങ്ങൾ ചെയ്യുന്ന സ്റ്റെപ്പിലേക്ക് പോകുമ്പോ എന്നെ വിളിക്കുക, ഞാൻ വീണ്ടും വരും. എന്താവാൻ വേണ്ടിട്ട്? ആ ഓക്കെ. ഓക്കെ, അത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം എന്നെ വിളിക്കണം. ഓക്കെ ഓക്കെ. ഫ്രിഡ്ജിൽ വെക്കുന്നതും കൂടെ നമുക്ക് വീഡിയോയിൽ എടുക്കാം. പി മാറി നിൽക്കുവോ? അപ്പം നമ്മള് ഗ്രില്ല് ചിക്കൻ മസാലയൊക്കെ പുരട്ടി ഫ്രിഡ്ജിലേക്ക് കുറച്ചു നേരം ഫ്രീസ് ആവാൻ വേണ്ടി വെക്കുകയാണ്. മസാല പുരട്ടിയ നമ്മുടെ സ്വന്തം ചിക്കൻ ഫ്രിഡ്ജിലേക്ക് വെക്കാം. നല്ല ഫോഗുള്ള ഒരു നൈറ്റാണ് നമുക്ക് പ്രകൃതി നമുക്കായി സൃഷ്ടിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഒരു പുക പോലെ ഒരു മൂടൽമഞ്ഞ് ഫുള്ളി ഫോഗാണ് ഇവിടെ. വീഡിയോയിൽ കറക്റ്റ് അറിയാൻ പറ്റുന്നോ എന്ന് എനിക്കറിയില്ല. നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ ഇതിന് ചുറ്റും കേട്ടോ. നല്ലൊരു വൈബാണ്. നമുക്ക് ഈ ടെറസിന് മുകളിൽ കയറിയിട്ടുള്ള ഒരു വൈബും കൂടെ നോക്കാം. ടെറസിന് മുകളിലുള്ള ഒരു വ്യൂ ആണ് ഇപ്പൊ കാണുന്നത്. സ്വിമ്മിംഗ് പൂളിൽ നമ്മുടെ ഫ്രണ്ട്സുകളെല്ലാവരും കുളിക്കുകയാണ്. നല്ലൊരു വ്യൂ ആണ്. എനിക്ക് തോന്നുന്നു ഒരു ഏർലി മോർണിംഗ് ഒരു 5:30 ആകുമ്പോൾ ഇവിടെ വന്ന് നമുക്ക് വീഡിയോ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിക്ക് അത് കാണാൻ പറ്റും. പക്ഷെ 5-5:30 മണിക്കൊന്നും ഞാൻ എണീക്കാറില്ല. ഞാനൊരു 8 മണിയുടെ ആളാണ്. അങ്ങനെ ഗ്രിൽഡ് ചിക്കൻ റെഡിയായിക്കൊണ്ടിരിക്കുന്നു. അവർ ഓരോ സൈഡിൽ നിന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ വെജ് ആയതുകൊണ്ട് ഞാനിത് നോക്കിയിരിക്കുന്നു. എന്നാൽ അവർ കഴിക്കുന്നത് കാണുമ്പോൾ എനിക്ക് നല്ല സന്തോഷമുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആ ഒരു രീതിയിലായിരുന്നു അവർ കഴിക്കുന്നത്. അത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. ഇപ്പോൾ നമ്മളെല്ലാവരും തിരിച്ചു പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ലാസ്റ്റ് അവസാനമായി നമ്മുടെ ആ സ്റ്റേ ചെയ്ത സ്ഥലത്തിൻ്റെ ഒരു വ്യൂവും കൂടി. അപ്പം പോകുന്ന തിരക്കിനിടയിൽ ഒരാഗ്രഹം, ഈ ഊഞ്ഞാലൊന്ന് ആടണമെന്ന്. നമുക്കൊന്ന് ആടിയാലോ? ഇതേ ഊഞ്ഞാൽ നല്ലൊരു വ്യൂ ആണ് കേട്ടോ. ഈ വീടും കാര്യങ്ങളും ഇതിൻ്റെ അറ്റ്മോസ്ഫിയറും ഇതൊക്കെ ഒന്ന് ആസ്വദിക്കേണ്ട കാഴ്ചകളാണ് ഇതെല്ലാം. കുമ്പിലിരുത്ത് ഈ പാട്ട് ശ്രോതാക്കൾക്ക് വേണ്ടി പാടിയിരിക്കുന്നത് ഗാനഗന്ധർവൻ ശ്രീ പത്മഭൂഷൺ രാജേഷ് PP. താങ്ക് യു. എന്നോടൊപ്പം ഇരുന്ന് ആടുന്ന മഹത് വ്യക്തിയാണ് രാജേഷ് PP. ആടാട് ആ പാട്ട് പാടിയ ഗാനഗന്ധർവനാണ് ഇരുന്ന് ആടുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ നല്ലൊരു ക്യാമ്പ് ഫയറിന് വേണ്ടിയിട്ട് അവർ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്യാമ്പ് ഫയറിന് വേണ്ടിയിട്ട് അങ്ങനെ അവസാന ഫോട്ടോ ഷൂട്ടിന്റെ തിരക്കിലാണ് നമ്മളെ എല്ലാവരും. പ്രദീപാണ് നമ്മുടെ അജയ് ചേട്ടന്റെ ഫോട്ടോ എടുക്കുന്ന ആള്. ചിരിച്ചുകൊണ്ടാ ഫോട്ടോ എടുക്കുന്നത്. അയ്യാ, അവിടെ ശിവൻ ചേട്ടനുണ്ട്. ഏകദേശം നല്ല രീതിക്ക് മസിലൊക്കെ പിടിച്ച് ഒരു അമേരിക്കൻ സ്റ്റൈലിലാണ് അജയ് ചേട്ടൻ ക്യാമറയ്ക്ക് പോസ് ചെയ്യുന്നത്. വയറ് ഞെക്കി പിടിച്ചോണ്ടാണ്. അപ്പൊ സുനിലേട്ടൻ്റെ ഒരു വിഷമം, സ്വന്തം ഫോട്ടോ ആരും എടുക്കുന്നില്ല. ഓക്കെ, എടുക്കൂ. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം BP കണ്ണിലെന്താ തിമിരം ബാധിച്ചോ തനിക്ക്?
ക്യാമറയിൽ ബിരുദം നേടിയ പ്രദീപ്. അങ്ങനെ ഇരിക്കവേ ആ ശുഭമുഹൂർത്തം വന്നെത്തിയിരിക്കുകയാണ്. വേറൊന്നുമല്ല, നമ്മുടെ ആ ഹൗസ് ചെക്കൗട്ട് ചെയ്യാനുള്ള ടൈമായി. അങ്ങനെ ഞങ്ങൾ ചെക്കൗട്ട് ചെയ്തതിന് ശേഷം വണ്ടി കയറിയപ്പം വണ്ടിയിലെ ഡ്രൈവർ ചേട്ടനൊരു ആഗ്രഹം, വണ്ടി പോകുന്നതിൻ്റെ ഒരു വീഡിയോ എടുക്കണമെന്ന്. എന്നാൽ പിന്നെ ആയിക്കോട്ടെ ചേട്ടനെ എന്തിനാ വിഷമിപ്പിക്കുന്നത്, വണ്ടിയുടെ ഒരു വീഡിയോ കൂടെ നമ്മൾ അടിപൊളിയായിരിക്കും, നല്ല കലക്കൻ രീതിയിൽ നമ്മുടെ ശിവൻ ചേട്ടനാണ് കേട്ടോ ഈ വീഡിയോ റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. എങ്ങനെയുണ്ടെന്ന് നോക്കൂ. I have on injury on my left leg. ഒരു ചെറിയ ഇഞ്ചുറി പറ്റി. എന്നിരുന്നാലും ഞാൻ ഈ മല കയറ്റത്തിന് ഒരു വിട്ടുവീഴ്ച നൽകില്ല. എനിക്ക് ആ മലകൾ കയറി. ആ സ്ഥലത്തിൻ്റെ പേരെന്തായിരുന്നു വിഷ്ണു? നമ്മൾ പോകുന്ന സ്ഥലത്തിൻ്റെ പേര് അറിയില്ല, പക്ഷെ സ്ഥലത്തിൻ്റെ പേര് അറിയാന്നുള്ള ഒരാളോട് ചോദിച്ചതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് ആ സ്ഥലം പറഞ്ഞു. സ്ഥലത്തിൻ്റെ പേരാണ് പാലൊഴുകും പാറ. പാലൊഴുകുന്ന പാറ തന്നെ ആയിരിക്കും, കാരണം നമുക്ക് കുത്തനെയുള്ള ഇറക്കം ഇനി കറങ്ങാൻ പറ്റില്ല. അതിൽ വലിയൊരു കയറ്റം കയറി, പക്ഷെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം കിതപ്പും കാര്യങ്ങളുള്ളതുകൊണ്ട് എനിക്ക് സൗണ്ട് പുറത്തേക്ക് വരുന്നില്ലായിരുന്നു. കുറച്ച് കാര്യങ്ങൾ ഓവറായിട്ട് ഞാൻ ആരെയും ബുദ്ധിമുട്ടിക്കുന്നില്ല. കുറച്ച് ഈ വഴികളൊക്കെ ഞാൻ നിങ്ങൾക്ക് പകർന്നു തരില്ല, റെക്കോർഡ് ചെയ്ത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. ഇവിടെ നിന്ന് വീണ് കഴിഞ്ഞാൽ വീണ ആള് പോക്ക് മുതൽ അതെ ഇങ്ങനെ ഉരുണ്ടങ്ങ് പോകുന്ന ദൃശ്യം എന്ന് പറയുന്നത് മല ഇറങ്ങി വരുന്ന പ്രദീപിനെയാണ്. ആ വരുന്ന സ്റ്റൈലൊക്കെ നിങ്ങളൊന്ന് നോക്കൂ. അംഗം ജയിച്ച ആരോമൽ ചേകവർ പോലെയാണ് അവൻ വരുന്നത്. നോക്കൂ സ്റ്റൈലൊക്കെ. കയ്യിലൊരു ബിസ്ക്കറ്റ് ഉണ്ട്, അത് ഞാൻ തട്ടിയെടുക്കും. കാര്യമില്ല, കുത്തനെയുള്ള ഒരു കയറ്റമാണ്. കയറ്റം കയറി എനിക്ക് സംസാരിക്കാനൊന്നും വയ്യ, അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഫേസ് ഇടാത്തത്. ഫേസ് ഇട്ട് കഴിഞ്ഞാൽ അത് വളരെ ബോറായിരിക്കും. അവൻ പ്രദീപ് നടന്ന് കയറിപ്പോകുന്ന ആ ഒരു കണ്ണിന് കുളിർമയാകുന്ന ദൃശ്യമാണ് ഞാൻ പകർത്തിയെടുക്കുന്നത്. പ്രദീപ് ഒന്ന് ഫേസ് ഒന്ന് കാണിക്കട്ടെ. അവനൊരു എക്സ്പ്രഷനും ഇല്ല, കാരണം അവൻ കൊച്ചിലെ മുതലേ മലയൊക്കെ കയറി. കാരണം കായംകുളം കൊച്ചുണ്ണിയുടെ പരമ്പരയിൽപ്പെട്ടവരൊക്കെയാണ്. അപ്പം ഓട്ടവും ചാട്ടവും കളരി അഭ്യാസവും ഒക്കെ കക്ഷിക്ക് അറിയാം. ഹായ് ഗൈസ്, നമ്മളിത് ആ മലയിൽ നിന്നുമാണ് മല കയറി ഈ മലയിലെത്തിയത്. ഇനി അടുത്ത മല കയറണം എന്നാണ് ഇതിൻ്റെ ആൾക്കാർ പറയുന്നത്. നമുക്ക് അടുത്ത മല കയറുമ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ഞാനിട്ട് തരാം. ഇവിടെ ഫുള്ള് കാട്ടുപേരയാണ്, പക്ഷെ നമ്മൾ വന്ന ആ ഒരു ടൈം തെറ്റിപ്പോയി. ഒരു 2-3 ആഴ്ചയും കൂടെ കഴിഞ്ഞിട്ട് വന്നിരുന്നെങ്കിൽ നമുക്ക് ഈ കാട്ടുപേരയുടെ ടേസ്റ്റ് ഒന്നും അറിയാമായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാം, സോ വി ആർ അൺലക്കി എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ലക്കില്ല, അല്ലെങ്കിൽ നമ്മളിത് അത്രയും പറിച്ചു തന്നെയായിരുന്നു. അതേ ഈ കുന്നിൻ്റെ ഇടയിൽ കുറേ കപ്പ കൃഷി ചെറിയതായിട്ട് മുളച്ച് വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഇടയും കണ്ട നട്ടതാണ്, കുറച്ചൊന്നും മുളച്ചിട്ടില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതൊരു ചെറിയൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം. അല്ലാതെ പബ്ലിക് പ്രോപ്പർട്ടിയിൽ ആരും കൊണ്ടുവന്ന് കപ്പ വയ്ക്കില്ലല്ലോ. എന്നാലും ഇവിടെ നിന്നുള്ളൊരു വ്യൂ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു വ്യൂ ആണ്. നോക്കിക്കേ, ഈ ഇടുക്കി ടൗൺ ഫുള്ള് നമുക്ക് ഇവിടെ ഇരുന്നാൽ കാണാം. ഇനിയും കുറച്ചുകൂടി മുകളിലേക്ക് പോകണം, അപ്പോൾ നമുക്ക് കൂടുതൽ കാഴ്ചകൾ വീണ്ടും കാണാം. ഗൈസ്, നമ്മൾ ഈ ഒരു മലയും കൂടി കയറി വന്നപ്പോൾ നമ്മൾ കാണുന്ന ആ പാലൊഴുകും പാറയുടെ ചെറിയ ദൃശ്യങ്ങളാണ് കാണാൻ പറ്റുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നോന്ന് എനിക്കറിയില്ല. കോമൺ ക്യാമറമാൻ എന്ന് പറയുന്നത് നമ്മുടെ ചില്ലറക്കാരനല്ല, നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള വീഡിയോ റെക്കോർഡിങ് ആൻഡ് എഡിറ്റിംഗ് ഒക്കെ അറിയാവുന്ന ഒരു നല്ലൊരു ക്യാമറമാനെയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. കക്ഷിയുടെ പേര് വിഷ്ണു AV എന്നാണ്. കക്ഷി ശബരിമല പോകാൻ മാല ഇട്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ് കക്ഷിയുടെ ഫേസ് കാണിക്കേണ്ടതെന്ന് പറഞ്ഞത്. ഓക്കെ, അതുകൊണ്ട് മാത്രമാണ് കക്ഷിയെ ഇതിനെ ഞാൻ ഫേസ് കാണിക്കുന്നത്. ജസ്റ്റ് അതൊന്ന് ഫോക്കസ് ചെയ്യൂ ക്യാമറമാൻ. ആ പാലൊഴുകും പാറ ഇനി മുന്നോട്ട് നമുക്ക് കടത്തി വിടുമെന്നുള്ളത് അറിയില്ല. മുന്നോട്ട് കടത്തി വിടുമെന്നുണ്ടെങ്കിൽ കൂടുതൽ കാര്യങ്ങളും കൂടി നമുക്ക് കാണാൻ പറ്റും. അല്ലെ എല്ലാരും കൂടി എന്തെങ്കിലും ബാഗ് കുഴപ്പമില്ല. എനിക്ക് റണ്ണിങ്ങിലടിച്ച വാള് വരും. ഇതിനാണോ നിങ്ങൾ മുട്ടക്കുന്നെന്ന് പറയുന്നത്?
ഇത്രയുള്ള കുന്ന് മുട്ടക്കുന്ന് കാണാൻ. കമാ വീഡിയോഗ്രാഫർ അതിന് പറഞ്ഞല്ലോ കാലിൻ്റെ ഇഞ്ചുറി മൂലം എനിക്ക് നടന്ന് എൻ്റെ ആ കാല് നല്ല രീതിയിൽ പെയിൻഫുൾ ആകുന്നുണ്ട്. കുറച്ച് നേരം നമുക്ക് ക്യാമറ നമ്മുടെ സ്വന്തം പ്രതിയിലേക്ക് ഫോക്കസ് ചെയ്യാം. എന്തിന് അഴകും സൗന്ദര്യമൊക്കെ ഒന്ന് കാണുന്നതാണ്. നിന്റെ കണ്ടത് മതി, നമ്മളെ കാണേണ്ട ആവശ്യമില്ല. അപ്പുറത്തോട്ട് പോരുന്നത് മണ്ണ് വാരി ഇടാനേ ഉള്ളൂ. അപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ ബ്യൂട്ടിഫുൾ പ്ലേസ്. രണ്ട് വാക്ക് രണ്ട് ഇംഗ്ലീഷ് മാത്രമേ കേട്ടുള്ളൂ. ഇത് യൂട്യൂബിൽ അതിന് വിഷയമില്ല. ഓക്കെ. What a wonderful, beautiful place. അത്ര മതി. അപ്പോൾ ഇനി നമ്മൾ കയറാൻ പോകുന്നത് വാഗമൺ മെഡൗസിലാണ്. അപ്പോൾ അതിൻ്റെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സുനിൽ ബ്രോ പോയിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ വാഗമൺ മുട്ടക്കുന്നിൻ്റെ മുകളിൽ കയറിയതിന് ശേഷം നമ്മുടെ വിഷ്ണു മുട്ടക്കുന്നിൽ വലിയൊരു പരുന്തിനെ പറത്താനുള്ള ശ്രമത്തിനിടയിലാണ്. പരുന്ത് പറന്നു പോകുമോ അതോ പരുന്ത് ഒരുപാട് പേര് ഇവിടെ പറത്തുന്നുണ്ട്. എന്താ ഇനി പരുന്തിന് സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. വിഷ്ണു, ആർ യു റെഡി? യാ, ഓക്കെ. ആ പരുന്ത് പറക്കുകയാണ്. പരുന്ത് പറത്തപ്പോ ആ വിഷ്ണുവിന്റെ ആ ഒരു പുഞ്ചിരി നോക്കി, എന്താ സന്തോഷം അവന്. ഓക്കെ ഓക്കെ, പൊക്കിപ്പിടി, പൊക്കടാ. എടാ കുരുമോടാ മാറ്റിപ്പിടിയടാ. വിഷ്ണു പട്ടം പറത്തുന്നതും നോക്കി അന്തം വിട്ട് കുന്തം ചാടി നിൽക്കുന്ന പ്രദീപിന്റെ ഫിഗറാണ് ക്യാമറയിൽ ഫോക്കസ് ചെയ്യുന്നത്. അതേടാ. ഈ പട്ടം വിഷ്ണുവിനെ സ്പോൺസർ ചെയ്തിരിക്കുന്നത് അജേഷ് ചേട്ടനാണ്. എല്ലാരും കൂടി ചേർന്നിട്ടുള്ള ഒരു കൈയടി. ആരും കൈയടിക്കുന്നില്ല കേട്ടോ, അത് കറക്റ്റ് അറിയാം അവർക്ക് കള്ളത്തരമാണെന്നുള്ളത്. അതാ കൈയടിക്കാത്തത്. നമ്മുടെ പരുന്തിനെ മറ്റൊരു പരുന്ത് കൊത്താനുള്ള ശ്രമത്തിനിടയിലാണ്. ഡിയർ വിഷ്ണു, നിങ്ങൾ ഇതിനു മുമ്പ് പട്ടം പറത്തിയിട്ടുണ്ടോ? പട്ടത്തിന് വെട്ടിക്കാൻ നിൽക്കുകയാണ്. വെട്ടിക്കാനും തട്ടിക്കാനും നിങ്ങൾ മിടുക്കരാണ്. ആണ് വിഷ്ണു, ഇതിനു മുമ്പ് നിങ്ങൾ പട്ടം പറത്തിയിട്ടുണ്ട്? ഉണ്ട്. എത്ര നാൾ മുമ്പാണ് ഇതിനു മുമ്പ് പട്ടം പറത്തിയിരിക്കുന്നത്? ഓർക്കുന്നില്ല. ഓക്കെ, അത് നന്നായി. ഇപ്പേ ഈ പട്ടം പറത്തലിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം? പട്ടം പറത്തൽ ഒരു നല്ല വിനോദമാണ്, ആസ്വദിക്കുന്നുണ്ട്. താങ്കളോ? ഇറ്റ്സ് ഗുഡ്. ഓക്കെ. ഓക്കെ. പട്ടത്തിന് കമന്ററി പറയാണ് നമ്മുടെ സ്വന്തം പ്രദീപ്. പറയടാ. പട്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ ഭയങ്കരമായിട്ടുള്ള ഒരു സംഭവമാണ് നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത്. ഉറക്കെ സംസാരിക്കടാ. രണ്ട് പരുന്തുകൾ തമ്മിലുള്ള ബെസ്റ്റ് കമന്ററി കേട്ടോ. പണ്ട് ദൂരദർശനിലൊക്കെ ഉള്ള ആളായിരുന്നു കേട്ടോ. അതുപോലെ പറയുന്നത് മത്സരമാണ് കാണുന്നത്. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു, എന്റെ ഉദ്ദേശം ശരിയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് കുരുങ്ങാനുള്ള ഒരു ചെറിയ ചാൻസ് ഉണ്ട്. റൈറ്റ് അടിക്കുക. ഞാൻ പരമാവധി പറയുന്നുണ്ട് അത് സംഭവം ശരിയാക്കാനായിട്ട്. എടാ നേരെ പിടിക്ക്. എങ്ങനെയാണ്, ബിടെക് ആണോ എഞ്ചിനീയറിംഗ് ബിരുദധാരിയാണോ താങ്കൾ? നമ്മളെല്ലാം നാവിഗേഷൻ ആണ് പഠിച്ചിരിക്കുന്നത് അല്ലേ? നാവിഗേഷൻ ആണ് പഠിച്ചിരിക്കുന്നത്. കാരണം പരുന്ത് പറത്താൻ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു വിനോദമാണ്. നാവിഗേഷൻ എഞ്ചിനീയറിംഗ് ആണോ ചെയ്തത്? ഗതി അനുസരിച്ച് പറത്തില്ലെങ്കിൽ പല ഇതായിട്ടുള്ള ഒരു ദൂഷ്യവശങ്ങളുണ്ടാവും. ഓക്കെ, അടുത്തത് നമുക്ക് പറയാനുള്ള പിപിക്ക് എന്തോ പറയാനുണ്ടെന്ന് തോന്നുന്നു. ഒന്നും പറയാനില്ല. ബഹുലമായൊരു സുവർണ വിജയമാണ് നമ്മുടെ സ്വന്തം വിഷ്ണു നേടിയിരിക്കുന്നത്. കാരണം ഇവിടെ ഇരിക്കുന്ന ഏത് പരുന്തിനെക്കാട്ടിയും ഉയരത്തിൽ പറന്നിരിക്കുന്നത് വിഷ്ണു പറത്തിയ പരുന്താണ്. ഇതിലേക്ക്, ആ വിജയിലേക്ക് നമുക്ക് പോവാം. ഈ വിജയത്തിൽ താങ്കൾക്ക് ഏത് പാട്ടാണ് പാടാൻ തോന്നുന്നത്? ഏതെങ്കിലും പാട്ട് നിങ്ങൾക്കൊരു അവസരം തരെയാണ്. ഈ കാറ്റിൽ പാറി
അയ്യോ അയ്യോ വേണ്ട, നീ പാറിക്കണ്ട, സെൻസർ ചെയ്യേണ്ടി വരും. ഞാനോട് ടൂട്ടോ. ഓക്കെ ഗൈസ്, നോക്കിയപ്പോ കാണാം ഇവര് ഒരു ഇടുക്കി അതിന്റെ ആ ഫ്രെയിമിന്റെ അകത്തേറി എല്ലാം അവിടെ കയറിയിരുന്ന ഒരു ഫോട്ടോ ആയിരുന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, അതിന്റെ അടുത്ത് ഞാനും കൂടെ കയറി അങ്ങിരുന്നു. ഇത് ഫോട്ടോ എടുത്തോ? എങ്ങനെയുണ്ട് വാഗമൺ? അടിപൊളി. വാഗമൺ ഇങ്ങോട്ട് നോക്കൂ. സൂപ്പർ സൂപ്പർ സൂപ്പർ. കണ്ടായിരുന്നു കേട്ടോ ഫോട്ടോ വീഡിയോ ഒക്കെ. കിടുക്കി മിക്കാറും ഓടാ വൃത്തിയായിട്ടന്നെ പറയും. ഫണ്ടാസ്റ്റിക്കാ. വേറെ വൈബ്. എന്താ പ്രതിഭ ഒഴിഞ്ഞു മാറിയിരിക്കുന്നത്? ഓക്കെയാണ്, ഞാൻ ഫോട്ടോസ് ചെക്ക് ചെയ്തോണ്ടിരിക്കാം. ബാബു ചേട്ടാ തലമുടിയൊക്കെ കുറച്ച് സുന്ദരനായ സൂപ്പറായിട്ടുണ്ട്. ഓക്കെ. ഇനി ഞാനും കൂടി ഇതിനിടയിലോട്ട് കയറട്ടെ. നമ്മൾ ആ മൊട്ടക്കുന്ന് നമ്മൾ ഇറങ്ങിയ സമയത്തിന് സംഭവിച്ചൊരു കാര്യമാണിത്. നോക്കിയാൽ നല്ല അടിപൊളി മഞ്ഞാണ്. നമുക്ക് പരസ്പരം കാണാൻ പോലും പറ്റാത്ത രീതിയിൽ കോട ഇറങ്ങിയിരിക്കുകയാണ്. നോക്കൂ, പരസ്പരം ഒന്നും നമുക്ക് കാണാൻ പോലും പറ്റാത്ത രീതിയിൽ ആ കോട ഇറങ്ങിയിരിക്കുന്നത് എന്താണെന്ന് അറിയാൻ പറ്റില്ല. പക്ഷെ നമ്മൾ എത്തിയിരിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ നല്ല സിറ്റുവേഷനാണ്. കാരണം ഒരുപാട് കോട നമുക്ക് കാണാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. പരസ്പരം നമുക്കൊന്നും കാണാൻ പറ്റുന്നില്ല. നമ്മുടെ വണ്ടി എവിടെയാണെന്നാണ് തപ്പിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ട്രിപ്പിൻ്റെ ലാസ്റ്റ് പ്ലേസ്. ഇനി നമ്മളെല്ലാവരും തിരിച്ച് നമ്മുടെ എറണാകുളത്തേക്ക് പോകാൻ വേണ്ടിയുള്ള തിരക്കിലാണ്. എനിവേ, അപ്പോൾ നമ്മളെ വണ്ടിക്കരികിൽ എത്തിയപ്പോൾ എല്ലാവർക്കും ഒരാഗ്രഹം, ഈ ഫോഗൊക്കെ ആയതുകൊണ്ട് അതിൻ്റെ മുന്നിൽ കിടന്ന് ഡാൻസ് കളിക്കുന്ന ഒരു വീഡിയോ ആണോ, റീൽ എടുക്കണം എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ബഹളം. പിന്നെ നമ്മൾ വൈബിന് നമ്മളെ കഴിഞ്ഞിട്ടേ ആളുള്ളൂ. എന്തിനും നമ്മൾ നടുറോട്ടായിരുന്നാലും എന്തായിരുന്നാലും നമ്മൾ റെഡിയാണ്. അപ്പോൾ തന്നെ നമുക്ക് കിട്ടിയ ആ ഡ്രൈവർ ചേട്ടനും പക്ക വൈബ് ചേട്ടനായിരുന്നു. ചേട്ടൻ അപ്പോൾ തന്നെ ആ പാട്ടങ്ങ് ഇട്ട് തന്നു കേട്ടോ. ഏത് പാട്ടാണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? ഏഴുമല പൂഞ്ചോല ഇട്ട് തന്നത്. എന്താണെന്ന് നോക്കണേ, ഇങ്ങനൊരു പാട്ടാണ് അവിടെ ഇടേണ്ടത്. എന്നിരുന്നാലും കുഴപ്പമൊന്നുമില്ല, ഉള്ള പാട്ട് വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു. പക്ഷെ പാട്ട് ഞാൻ ഇതിൽ ഇടാത്തത് ഇത് കോപ്പിറൈറ്റ് വരും എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ആ പാട്ട് ഇതിൻ്റെ അകത്ത് ഇടാത്തത്. പക്ഷെ അജയ് ചേട്ടൻ്റെയൊക്കെ ഒരു മാരകമായ സ്റ്റെപ്പൊക്കെ നിങ്ങളൊന്ന് നോക്കിയത് ചാടി എൻ്റെ അടുത്തേക്ക് വരുന്നു. അത് കഴിഞ്ഞ് ഫോഗ് എന്ന് പറയും. ഫോഗ് കാരണം പരസ്പരം അടുത്ത് നിൽക്കുന്ന ആൾക്കാരെ പോലും കാണാൻ പറ്റാത്ത രീതിയിലാണ് ഇവിടെ മൂടൽമഞ്ഞ് വന്നിരിക്കുന്നത്. നല്ലൊരു ഫീലാണ് കേട്ടോ ഇവിടെ. സൂപ്പർ ഫീൽ. ഇനി എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എങ്കിൽ താങ്ക് യു സോ മച്ച്.